വൈറസിന്റെ രൂപത്തിലായാലും ഡ്യൂപ്ലിക്കേറ്റിന്റെ രൂപത്തിലായാലും നാട്ടുകാർക്ക് പണി കൊടുക്കാൻ മിടുക്കന്മാരാണ് ചൈന. ഒരു പടി കൂടി കടന്ന് ഇപ്പോൾ ചൈന തിരിഞ്ഞിരിക്കുന്നത് സാക്ഷാൽ ഭൂമിക്ക് നേരെ തന്നെയാണ്. ലോകത്തിലേക്കും ഏറ്റവും വലിയ അണക്കെട്ട് ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിക്കാൻ ചൈന ഒരുങ്ങുമ്പോൾ ചൈനയുടെ തന്നെ മറ്റൊരു സൃഷ്ടിയും ചർച്ചയാകുകയാണ്. ചൈനയുടെ ത്രീ ഗോർജസ് ഡാം എന്ന അണക്കെട്ട്. അതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഭൂമിയുടെ കറക്കത്തെപ്പോലും സ്വാധീനിക്കുന്ന ഒന്നാണ് ത്രീ ഗോർജസ് ഡാം എന്നാണ് നാസ പറയുന്നത്. നാസയുടെ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ത്രീ ഗോർജസ് ഡാമിനേക്കാളും വലിപ്പത്തിൽ വരുന്ന ബ്രഹ്മപുത്രയിലെ അണക്കെട്ട് എന്തിനെയെല്ലാം സ്വാധീനിക്കുമെന്ന് കണ്ടറിയണം. ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിലെ യാക്സെ നദിയിലാണ് ത്രീ ഗോർജസ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണിത്. വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നതായിരുന്നു അണക്കെട്ട് കൊണ്ട് ചൈനയുടെ ലക്ഷ്യം. പതിറ്റാണ്ടുകളെടുത്താണ് നിർമ്മാണം പൂർത്തിയായത്. എന്നാൽ അണക്കെട്ട് നിർമ്മിച്ചതോടെ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗം 0.06 മൈക്രോ സെക്കൻഡുകൾ കുറഞ്ഞുവെന്നാണ് നാസ പറയുന്നത്. ഇത് ദിവസങ്ങളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ത്രീ ഗോർജസ് അണക്കെട്ട് ഭൂമിയിൽ വളരെയധികം ഭാരം ചുമത്തുകയും അത് ഭൂമിയുടെ ഭ്രമണവേഗത കുറയ്ക്കുകയുമാണ് ചെയ്യുന്നത്. കറങ്ങുന്ന വസ്തുവിന് മുകളിൽ അല്പം ഭാരം വെച്ചാൽ കറക്കത്തിന്റെ വേഗം കുറയുന്നതിന് സമാനമാണിത്. ദിവസങ്ങളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഭൂമിയുടെ ധ്രുവസ്ഥാനത്തെ ഏകദേശം 2 സെന്റിമീറ്റർ അണക്കെട്ട് മാറ്റുകയും ചെയ്തു. 2.3 കിലോമീറ്റർ നീളവും 115 മീറ്റർ വീതിയും 185 മീറ്റർ ഉയരവുമുണ്ട് ഈ അണക്കെട്ടിന്. 10 ട്രില്യൺ ഗാലൻ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയാണ് അണക്കെട്ടിന്റെ റിസർവോയറിനുള്ളത്. അണക്കെട്ടിന്റെ റിസർവോയർ നിർമ്മിക്കാൻ 1.4 ദശലക്ഷം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത്. റിസർവോയർ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിച്ചു. കൃഷിയിടങ്ങളും നശിച്ചു. അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള ചെലവ് $25 ബില്യൺ എന്നാണ് കണക്കുകൾ. എന്നാൽ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് $37 ബില്യൺ വരെയാണെന്നാണ്. ബ്രഹ്മപുത്ര നദിയിൽ ഇന്ത്യൻ അതിർത്തിയോട് ഏറ്റവും അടുത്ത സ്ഥലത്താണ് ചൈന പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത്. ഇതോടെ ഇന്ത്യയും അയൽരാജ്യമായ ബംഗ്ലാദേശും കടുത്ത ആശങ്കയിലാണ്. 13,700 കോടി, അതായത് 137 ബില്യൺ യുവാൻ ചെലവിട്ടാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. ബ്രഹ്മപുത്ര നദി അരുണാചലിലേക്കും അവിടെ നിന്ന് ബംഗ്ലാദേശിലേക്കും യൂട്ടേൺ പോലെ പിരിയുന്ന കൂറ്റൻ കിടങ്ങ് പ്രദേശത്തായാണ് അണക്കെട്ട് വരുന്നത്. അണക്കെട്ട് നിലവിൽ വരുന്നതോടെ അരുണാചൽ പ്രദേശിലും ബംഗ്ലാദേശിലും പ്രളയ സാധ്യതയേറും. അണക്കെട്ട് ചൈനീസ് അധീന പ്രദേശത്തായതിനാൽ തന്നെ നീരൊഴുക്കും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ വ്യാപ്തിയുമെല്ലാം അതിർത്തി ഗ്രാമങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചേക്കാം. ഭൂചലന സാധ്യതാ പ്രദേശത്താണ് നിർമ്മാണമെന്നതും ആശങ്കയേറ്റുന്നതാണ്. ചൈനയുടെ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമാണ് നിലവിൽ നിർമ്മാണ അംഗീകാരം ലഭിച്ച ബ്രഹ്മപുത്ര അണക്കെട്ട്. ചൈനയിലെ ഏറ്റവുമധികം മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം. 300 ബില്യൺ കിലോവാട്ട് വൈദ്യുതി പ്രതിവർഷം ഇവിടെ നിന്നും നിർമ്മിക്കാമെന്നാണ് ചൈനയുടെ കണക്കുകൂട്ടൽ. ഇത് 300 ദശലക്ഷം ജനങ്ങളുടെ വാർഷിക ഉപഭോഗത്തിന് പര്യാപ്തമാണെന്നും ചൈന പ്രതീക്ഷിക്കുന്നു.